ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. വി ആർ ലവ് ടു പോയിന്റ് പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇതെന്ത് ഫേസ് ഒന്നും ഇല്ലാണ്ട് ക്യാൻഡിലും ഒരു കുഞ്ഞൊരു കേക്കും പീസും വെച്ചിട്ട് ഇൻട്രോ ഒക്കെ എടുക്കുന്നതെന്ന് ചോദിക്കട്ടോ. അങ്ങനെയൊന്നുമല്ല, എണീറ്റ് വരുന്നേ ഉള്ളൂ. പറയാൻ പോലും ഒന്നും കിട്ടുന്നില്ല. ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ്, ഓഗസ്റ്റ് 31. അപ്പോൾ ആൾക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു കേക്കും ഈ ഒരു മെഴുതിരിയൊക്കെ മേടിച്ചിട്ട് വന്നത്. അപ്പോൾ ആൾ എണീറ്റിട്ടില്ല. കാലത്ത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കാലത്ത് തന്നെ വീഡിയോ എടുക്കുന്നത്. ചെറുതായിട്ടൊരു വെളിച്ചം വീണപ്പോഴാണ് ഞാൻ എണീറ്റ് എടുക്കുന്നത്. 12 മണിയായപ്പോൾ ഷാർപ്പ് എണീക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ 12 മണിക്കൊന്നും നമ്മൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ജാനിക്കുട്ടിക്ക് പനി ആയതുകൊണ്ട് ഇങ്ങനെ എണീറ്റ് ഇരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് കൊടുത്ത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊടുക്കണം. നമ്മൾ എടുക്കാനായിട്ട് പോകുമ്പോൾ എന്താ പറയുക, അതൊക്കെ കാണില്ലേ, എന്തുകൊണ്ടല്ലോ അങ്ങനെ വിചാരിക്കില്ലേ. ഇതാകുമ്പോൾ ഡയറക്റ്റ് ആൾ ഉറക്കമാണ്. അത് നമുക്ക് നേരെ ക്യാൻഡിലൊക്കെ കത്തിച്ചിട്ട് നേരെ ആളുടെ അടുത്തേക്ക് പോകട്ടാണ്. നല്ല ഉറക്കമാണ്. ജാനിക്കുട്ടി നല്ല ഉറക്കമാണ്. അപ്പോൾ എന്തായാലും ആളുടെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. പിന്നെ ആൾക്ക് ഇത്തിരി ഹെൽത്ത് ഇത്തിരി ഓക്കെ അല്ല രണ്ടുപേർക്കും. അപ്പോൾ അതുകൊണ്ട് നല്ല ഉറക്കമാണ്. നമുക്ക് പോയി എണീപ്പിക്കാം. കമോൺ. ആൾക്ക് ഇങ്ങനത്തെ ഒരു സർപ്രൈസ് കിട്ടിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ആളെ വിളിക്കാം. കാറ്റാണ് ദൈവമേ, കെട്ടുപോലെ. ജാനിക്കുട്ടി എണീറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു. ആ ഫാനൊന്നും നിർത്തോ ചാടി, അത് ഫാനൊന്നും നിർത്തോ, അല്ലെങ്കിൽ ടീം എഴുതിരി കിട്ടുമോ. ഫാൻ ലൈറ്റ് ഇട്ടോ, ലൈറ്റ് ഇട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. കുട്ടി ചൂനൊക്കെ ഷോക്കായിട്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കൊരു അബദ്ധം പറ്റി. എന്തിനാണെന്നറിയോ, ഞാൻ ഈ സാധനം തുറന്നു, ഞാൻ നോക്കിപ്പോട്ട് കത്ത കാറ്റ്, ഞാൻ തുറന്ന് ലൈറ്റ് അല്ല ഫാൻ കിടത്താൻ നോക്കിയ ആ സമയം ജാനിക്കുട്ടി എണീറ്റു. പക്ഷെ ഞാൻ ജാനി വന്നിട്ട് അവളെ പിടിച്ചെടുത്താൻ വേണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സംഭവം കണ്ടിട്ടില്ല, പേടിച്ചു. അങ്ങനെയുണ്ടാവും സർപ്രൈസ്. ഞാൻ കറക്റ്റ് 12 മണിയാകുമ്പോൾ തരണമെന്ന് വിചാരിച്ചത്. പക്ഷെ ജാനിക്കുട്ടി തിരിഞ്ഞും മറിഞ്ഞും കിടന്നൊക്കെ അമ്മൂൻ്റെ മേത്തേക്ക് കിടന്ന് അമ്മൂനെ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഉറക്കം വന്നിട്ട് എനിക്ക് എന്തോ വയ്യായിക എന്നൊക്കെ പറഞ്ഞ് അമ്മ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്തില്ല. എന്തായാലും ഏറ്റവും വലിയ സന്തോഷമുള്ള നിമിഷമാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. എന്താ പറയാ, കട്ട് ചെയ്യൂ ഊതു. യെസ്. ഞാൻ പല്ലില് കമ്പിയൊക്കെ ഇട്ടേക്കും. ആണ്. ഇനി ഒരു കാര്യം, അന്ന് എനിക്ക് തന്നെ ഉണ്ട്, കുഴപ്പമില്ല. ഞാൻ കഴിച്ചതാ, പല്ലച്ചതാ. ഇച്ചിരി എടുത്താ മതി. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നോക്ക്, ഗ്രീറ്റിംഗ് ആണോ? ഷോക്കായി കണ്ടിരുന്നല്ലോ കുഞ്ഞാ. ചാലിന്നൊക്കെ ഉമ്മേ ഹായ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പറായ? എന്നിട്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞു. ഇതൊക്കെ കത്ലിന്റെ അടിയിലായിരുന്നു. ഞാനൊക്കെ ഇങ്ങോട്ട് ഇപ്പൊ ഈ സമയം ഇപ്പൊ ഇങ്ങോട്ട് കയറ്റി വെച്ചതാ. പക്ഷെ ഞാൻ
എനിക്ക് ഓൾറെഡി എനിക്ക് ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ജാനുകുട്ടിക്ക് വയ്യാത്തോണ്ട് ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ എനിക്കും മര്യാദയ്ക്ക് ഉറക്കം കിട്ടാത്തോണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നാ കേട്ടോ. ഫ്രണ്ട് എന്റേതായിട്ടുള്ള ഒരു ചെറിയൊരു വല്ലാത്ത ഗിഫ്റ്റ് ആയി പോയല്ലോ. ജൂന അവിടെ കിടന്ന് ഉറങ്ങാണ്. എന്റെ മോക്കൊക്കെ ഒരുമാതിരി അല്ലേ. അതിനെന്താ കിളക്കോ. ഇത് ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു കിടക്കപ്പായിന്ന് ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടുന്നത്. ഭയങ്കര വലിയ സർപ്രൈസ് ആയിപ്പോട്ടെ. വിച്ച് ഇങ്ങനൊന്നും നോർമലി ചെയ്യത്തില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കേറട്ടെ പേപ്പർ. പ്രശ്നമുള്ള കാര്യമല്ല, എന്നെ കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്തേ. ടൈമിങ്ങില് ഞാൻ എൻ്റെ പറ്റാമോ? അയ്യോ അങ്ങനെയില്ല. നമ്മുടെ ലൈഫില് എന്താ ഒരു ഗിഫ്റ്റ് ഒരാൾ തരിക എന്നൊക്കെ വെച്ചാൽ അത് അവരുടെ വലിയ മനസ്സാ. അത് തരാനായിട്ടുള്ള മനസ്സെന്ന് വെച്ചാൽ അത് ഭയങ്കര വലിയ കാര്യമാണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. എന്തോ ഉണ്ടല്ലോ കാര്യം പൊട്ടാസ്കിട്ടൊക്കെ ആയിരിക്കും. എന്തായാലും എനിക്ക് സന്തോഷായി കേട്ടോ. എനിക്ക് ഞാൻ ഇതും കൂടെ പൊട്ടിച്ചിട്ട് ഞാൻ പറയാം ഗൈസ്. ഒരു ഇൻട്രോ പോലും ഞാൻ മര്യാദക്ക് എടുത്തിട്ടില്ലേ. കാരണം എനിക്കെന്തെങ്കിലും പറയാൻ പറ്റണ്ടേ. എന്റെ കോലം കണ്ട് ഇത് എന്തുവാണ് ഇത് ചോദിക്കുക. അതുകൊണ്ട് ഞാൻ തുറന്നോ. അതാ ക്യാപ്പ് മുകളിലേക്ക് തുറക്കാൻ പറ്റില്ല. ഒന്നേ എന്ത് എന്നെ കൂടി കരപ്പിക്കരുതട്ടാ. വെറുതെ ആവശ്യമില്ലാത്ത പരിപാടി ആയിരുന്നു കാലത്ത് തന്നെ. ചിരിയാണോ കരയണോ? ഞാൻ ഈ വർഷം മിച്ചുവിന്റെ അടുത്ത് പറഞ്ഞോ, നമുക്ക് പിറന്നാളൊന്നും ആഘോഷിക്കേണ്ട വെച്ചു. കാര്യം മോക്ക് വയ്യ, പിന്നെ എനിക്കും ചെറിയ വയറുവേദന കാര്യങ്ങളൊക്കെ. ഇപ്പൊ അമ്പലത്തിലൊന്നും പോകാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിങ്ങനെ പോട്ടെ, ഇനിയിപ്പോൾ പിറന്നാളായാലും വരും, അന്ന് പറ്റിയാൽ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു സദ്യ പോണക്കൊക്കെ ഉണ്ടാക്കാം. ഇത് ബർത്ത്ഡേ അല്ലേ, ആഘോഷിക്കേണ്ട വെച്ചു. ഒന്നും വേണ്ട കേട്ടോ. ഇത് ഞാൻ ഭയങ്കര ഷോക്കായി പോയി. ഭയങ്കര ഷോക്ക് എന്ന് വെച്ചാൽ വിച്ച് എനിക്ക് ഇന്ന് വരെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടില്ല. വൈകിട്ട് നമ്മള് എന്തെങ്കിലും പരിപാടി വെക്കും, അപ്പോൾ എന്തെങ്കിലും ആള് എനിക്ക് മേടിച്ച് തരാറുണ്ട്. പക്ഷെ എന്നാലും അതെനിക്ക് ചെറിയൊരു ഇതുണ്ടാവും, എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് തരും എന്ന്. പക്ഷെ ഈ പ്രാവശ്യത്തിൽ ഞങ്ങൾ ആഘോഷിക്കുന്നില്ല, വേണ്ട. കാര്യം മോക്ക് അത്രയ്ക്ക് നല്ല പനിയാണ് കേട്ടോ, ഭയങ്കര പനിയാണ്. പക്ഷെ അങ്ങനെ വലിയൊരു ഇതല്ല, എന്നാലും പനിയുണ്ട്. അപ്പൊ വേണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ കിട്ടിയപ്പോഴും, അത് എന്റെ ഫേവറേറ്റ് സാധനങ്ങള് വലിയ ഡയറികൾക്ക് ചെറിയ, ഇതിപ്പോ ജാനിയായിട്ട് ഫുള്ളി തിന്നല്ലോ. ചെറിയ ഇത് വേറെ സാധനം കേട്ടോ, കുറെ മുട്ടായി. കുഞ്ഞുപൊക്കെ ഞാനത് മറ്റേ ഒറിജിനൽ റോസപ്പ് ആക്കാന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവരത് അടച്ചു പോയായിരുന്നു. സമാധാനായിട്ടൊന്നും വായിക്കോട്ട് ഇടാൻ പോലും പറ്റുന്നില്ല. കുറെ മുട്ടായി. ഇത് ഭയങ്കര, എനിക്ക് ഇന്നലെ ഇവിടെ പണിയായിരുന്നു. കാരണം ഷീറ്റൊക്കെ കൊണ്ടുവന്നിട്ട് അതിന്റെ പണി. അപ്പൊ പെയിന്റ് ഒക്കെ അടിച്ച് പെട്ടെന്ന് കുളിച്ചിട്ടുള്ള പെട്ടെന്ന് വണ്ടി എടുത്ത് അല്ല എന്റെ അടുത്ത് പറയും. അപ്പൊ ഞാൻ പോയിട്ട് അപ്പൊ ഞാൻ വിറ്റിത്തിരിപ്പുണ്ട് ഇതൊക്കെ ഈ ചീര. അപ്പൊ എന്റെ മനസ്സില് ചിലപ്പോ നാളെ എങ്ങാണ്ട് ഫ്രണ്ടിന്റെ ആരുടെ കല്യാണം ഉണ്ട് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ടേക്ക് വിളിച്ച് ഇത്രയും നേരം പോകാൻ പറ്റില്ല, അതായിരിക്കും ധൃതി പിടിച്ച് എന്നോട് പറയണ്ട. എന്നിട്ട് എനിക്ക് വിഷമമായി കേട്ടോ. മെസ്സേജ് അയച്ചു, വെച്ചു എവിടെയാ, എന്താ വരാത്തെ, വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇവിടെ അമ്മയ്ക്ക് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അമ്മയ്ക്ക് പനി ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നു, വന്നിട്ട് ആശുപത്രി കൊണ്ടുവന്നൊക്കെ പറഞ്ഞു. ഞാൻ എവിടെയാന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനൊക്കെ പറയുന്നത്. അപ്പം എൻ്റെ അടുത്ത് വന്ന് ഞാൻ വരാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്.
ഇപ്പൊ വരുവാ. പക്ഷെ അത് കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞാ വന്നേ. പിന്നെ ഞാന് ഇന്നലെ ഓരോ പണി കഴിഞ്ഞ് വൈകിട്ടും കൂടെ ഒന്ന് കുളിച്ചേക്കാന്നൊക്കെ വിചാരിച്ച് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ എന്റെ പുറകെ നടക്കുവാ. അപ്പൊ ഇത് വെളിയിൽ എവിടെയോ സാധനം വെച്ചു തോന്നുന്നു. പക്ഷെ എനിക്ക് അന്നേരം എനിക്ക് സംഭവം മനസ്സിലായിട്ടില്ല. ഞാൻ എന്തോ ഉണ്ട്, എന്തോ കള്ളത്തരം ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് ആണ് അതിന്റെ പിരിന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഞാൻ എന്തോ നീ കള്ളത്തരം കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കിടക്കാൻ വന്നപ്പോഴും ബനിയൻ ഇവിടെ കൊണ്ടുവച്ചു. നോർമലി ബനിയൻ ഇവിടെ കൊണ്ടുവയ്ക്കത്തില്ല, എപ്പോഴും ബനിയൻ ഉള്ളിട്ട്. അപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങാനും 12 മണിക്ക് എനിക്ക് വിഷ് ചെയ്യാനായിരിക്കും. വിഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോ വീഡിയോ എടുക്കുന്നുണ്ടാവാം. ഞാൻ അത്രേ ചിന്തിച്ചിട്ടുള്ളൂ. അതിൽ കവിഞ്ഞ് ഇങ്ങനൊരു ഗിഫ്റ്റ് ഉണ്ടെന്നോ ഒന്നും വിചാരിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര സർപ്രൈസും ഷോക്കും വല്ലാത്തൊരവസ്ഥ. ഇത് ഞാൻ എന്താ പറയാ, ഞാൻ ബൊക്കെ ഞാൻ മറ്റേ ഇതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചായിരുന്നു. മറ്റേ റോസപ്പൂ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ച. പക്ഷെ അത് അവര് പൂട്ടിപ്പോയായിരുന്നു. നമുക്ക് ഇത്തിരി പെയിന്റ് അടി പരിപാടിക്ക് ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു മുട്ടായിയാണ് ആര് തന്നെങ്കിലും അതെനിക്ക് ഭയങ്കര വലുതാട്ടോ. കാര്യം അതൊരു പ്രത്യേക ഫീലിങ്സ് ആണല്ലേ. പക്ഷെ ആരുടെയൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളൊന്നും എന്ത് കാര്യങ്ങളും ആർക്ക് ചെയ്താലും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ. ഒന്നും പ്രതീക്ഷിക്കാറില്ല. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ദിവസമൊക്കെ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ദിവസമല്ലേ. അന്ന് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ ഒരു സാധനം തരാം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ സർപ്രൈസ്. ഇത് ഭയങ്കര ഷോക്കായി പോയി. കുഞ്ഞു കപ്പ് കേക്ക് എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടേ ഇല്ല. ഇതിൽ ഷെയർ ഉണ്ട് കേട്ടോ. ഇത് അമ്മയും കൂടെ പൈസ തന്നിട്ടാണ് ഞാനത് ചെയ്തേക്കുന്നത്. എല്ലാം കൂടെ എല്ലാം കൂടെ ചെയ്തത്. ഇത് ഈ ഗ്രീറ്റിംഗ് കാർഡിന് തന്നെ കൊറേ തപ്പി. ഇത് കൊറേ ഞാൻ തപ്പിട്ടാണ് എനിക്ക് കിട്ടിയത്. തുറന്ന് കാണിക്കാൻ കൊറേ തപ്പിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ എഴുതണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഒന്ന് എഴുതാനായിട്ടൊന്നും പറ്റിയില്ല. ഇതൊക്കെ സൂപ്പറായിട്ട് ഞാൻ നോക്കിയെടുത്താണ്. എനിക്ക് കൊറേ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയതാ. അതേ നമുക്കിവിടെ ടൂം ഫ്രം ഒക്കെ ചെയ്താ അതൊക്കെ തുറക്കാം. ഇത് കളയാണ്ട് എടുത്ത് വെക്കേ. ഭയങ്കര സന്തോഷം അല്ലാണ്ട് ഇതിന് എനിക്ക് വാക്കുകളില്ല കേട്ടോ. അമ്മ എന്ത് അമ്മ കിടപ്പാ. ആണോ? എനിക്ക് നല്ല പനിയുണ്ട് കേട്ടോ, ഭയങ്കര പനി. അതാ ഞാൻ പിന്നെ ഇപ്രാവശ്യം പിറന്നാളൊന്നും വേണ്ട, ബർത്ത്ഡേ ഒന്നും വേണ്ട. എല്ലാ പ്രാവശ്യം നമ്മൾ ആഘോഷിക്കുന്നതല്ല, സാരമില്ല. അപ്പൊ ഒരു പ്രാവശ്യം ആഘോഷിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നാണ്. എന്തായാലും വെച്ചു. രാവിലെ തന്നെ ഷോക്ക് സർപ്രൈസ് തന്നു. കറണ്ട് അടിച്ചോണക്കായി പോയി. ജാനിക്കുട്ടീനെ ഓർക്കാൻ വേണ്ടി ഞാൻ അപ്പൊ പെട്ടെന്ന് ചൂനക്കുട്ടി ഉറങ്ങാനുള്ള ചൂനക്കുട്ടി ചിലപ്പോ സർപ്രൈസ് ഇറങ്ങി ചാടി നിൽക്കും. എന്നിട്ടാ നിക്ക് ഗിഫ്റ്റുകളുടെ മേലാണല്ലോ ചൂനക്കുട്ടി. ഇത്ര നേരം ചൂനക്കുട്ടീനെ എന്നോട് ചൂനക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റ് അച്ഛ പൊട്ടിച്ചെന്ന് പൊട്ടിച്ചിട്ടുണ്ടേ. ഒരു കോല് വെളിയെ കാണുന്നുണ്ടല്ലോ. അമ്മൂന്നല്ല പിറന്നാള്, കണ്ടിയല്ലോ. അമ്മൂന്നല്ല അവിടെ ഗിഫ്റ്റ് തരേണ്ടത്. അമ്മ പറയട്ടെ എന്താന്ന് പറയട്ടെ. ഇത് ഒരാള് ഞങ്ങൾ കെനിസും ചെരുപ്പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേസ്. അപ്പൊ ജാനിക്കുട്ടി ഒരു സാധനത്തെ കൊണ്ടുവന്നവര് ബേബി അങ്ങനെ ഒരു പാട്ട് പാടി. അപ്പൊ തൊട്ട് അച്ചു ആ സാധനത്തിലൊന്ന് കണ്ണു വെച്ച് അകത്ത് കയറിയ പാടെ എന്നോട് എന്റെ സാധനം വിളിക്കുന്നതിന് മുമ്പ് അച്ചു അതിന്റെ പോയി വില ചോദിച്ചു. അപ്പൊ അതിന് 3000 രൂപ കേട്ടാ മതി. അച്ചു പറഞ്ഞു വേണ്ട, 3000 രൂപയ്ക്ക് അതൊന്നും നമുക്ക് ഉപ്പില്ല. അത് ഞാൻ ഇവിടെ വന്നപ്പം പതുക്കെ ഒരാൾ ഓൺലൈനിൽ ഇങ്ങനെ കിള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ച് ബേബി ഷുറ്റു മേടിക്കാനായിട്ടാണെന്ന്. പുള്ളിക്കാരത്തേക്ക് കാര്യം മനസ്സിലായിട്ടില്ല കേട്ടോ. അത് ഇച്ചിരി ഇച്ചിരി പാടാം അല്ലേ ചൂനി? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അമ്മേ ഷാർക്ക് പേടിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ആ പായുങ്ങാനാണ് ഇപ്പൊ എടുത്തോണ്ട് ഓടിയത്. വേണ്ടേ ഇവിടെ
ഗൈസ് ഇവിടെ ഒരു കളിപ്പാട്ടം മേടിക്കാത്തതിന്റെ കാര്യം അത് അത്യാവശ്യം വലുതാണ്. ഭയങ്കര വിലയാണ്. ഈ സെയിം സാധനത്തിന് നമ്മൾ കട ചോദിച്ചപ്പോ 3000 രൂപ. ഇതിനകത്ത് പക്ഷെ ഇതിന്റെ ഡബിൾ ഉണ്ട്. അത് ഡബിൾ ഉണ്ട്, ഇച്ചിരിയും കൂടെ ഉള്ളൂടാ. സെയിം സാധനം പൊളിച്ചു. ജാൻകുട്ടി ഇത് വേണ്ടേ? അന്നത് പൈന് കൊടുത്തേക്കാം. അയ്യോ അയ്യോ പിടിച്ചേ. വേണ്ട വേണ്ട അത് നമ്മളൊക്കെ ഒരു 10 പ്രാവശ്യം എടുക്കുന്നതാണ് പേടി മാറിക്കോളും. ഇതുപോലൊക്കെയാണ് പൂച്ചാനെയൊക്കെ മേടിച്ചപ്പോഴും 5 മിനിറ്റ് ഭയങ്കര പേടിയാ, പിന്നെ ഭയങ്കര സ്നേഹമാ, പിന്നെ നല്ല പനിയുണ്ട് കേട്ടോ. ഏത് അത് ഷാർക്ക്? ആ ബേബി ടു മാമി ടു കൊച്ചു പാട്ട് പാടത്തില്ലേ, ആ ഷാർക്കാണത്. എണീറ്റിരുന്ന് കളിയൊക്കെ കളിക്കേണ്ട ഒരു ടൈമാണ് അതൊക്കെ. ഇവിടെ ആളെ എണീപ്പിച്ച് കഴിഞ്ഞാൽ, പക്ഷെ ആളിപ്പോ തന്നെ കിടക്കാണ്. പക്ഷെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഒരു കുഴപ്പമില്ല. പനിയുണ്ട്, നല്ല ചൂടുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഒരു കുഴപ്പമില്ല, ഡോക്ടർ നോക്കുമ്പോ. ഇടയ്ക്കിടയ്ക്ക് പനിച്ചോണ്ടിരിക്കണം. ആ മരുന്നിന്റെ ഡോസ് വിടുമ്പോ വീണ്ടും പനി തുടങ്ങും. അപ്പൊ അങ്ങനെ. അപ്പൊ എങ്ങനെയുണ്ട് മുത്തുമണി? അപ്പൊ ബർത്ത്ഡേ ദിവസമായിട്ട് ഇത്ര നല്ലൊരു ഗിഫ്റ്റ് തന്നതിൽ താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞില്ലേ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് തന്നതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇരുന്ന് മോങ്ങുന്നൊക്കെ ഉണ്ടാകും. നിങ്ങൾ ആരും ഒന്നും വിചാരിക്കണ്ട കേസ്. കാര്യം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ഭയങ്കര 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 സർപ്രൈസ് ആയിരിക്കും. എനിക്കിത് കണ്ടപ്പോൾ ഏറ്റവും സന്തോഷമായത്, ദൈവമേ ഇതൊക്കെ ഞാൻ എന്നെ തിന്ന് തീർക്കുമോ എന്തോ, ഇത് വല്ല ഒളിപ്പിച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ പണിക്കാരൊക്കെ എടുത്ത് തിന്ന് വേറെ അസുഖമായിട്ട് കൊണ്ടുപോകേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മുട്ടായി ഒന്നും അധികം കൊടുക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷെ ആള് മുട്ടായി കണ്ടിട്ട് പോലും ഒരു അനക്കമില്ല കേട്ടോ. അവിടെ അങ്ങനെ പമ്മി കിടക്കുക. എന്റെ ബൊക്കെ നമുക്ക് ടി വി സ്റ്റാൻഡ് വെക്കാം. അപ്പൊ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമായി. നമ്മളെപ്പോഴും ഫംഗ്ഷനൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞെല്ലാം പറഞ്ഞ് വെച്ചതിലും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. എപ്പോഴും അറിഞ്ഞു എന്തായാലും കേക്ക് ഉണ്ടാവും, കട്ട് ചെയ്യുന്നറിയാം, കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. വലിയ ഷോക്കായി. ഇപ്പൊ ഞാൻ ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് എന്റെ കേക്ക് പീസിൽ ഒരു കഷ്ണം കഴിക്കട്ടെ. ആയിക്കോട്ടെ. അമ്മയുടെ ഹാപ്പി ടു യു പറഞ്ഞ. ഹാപ്പി ടു യു പറ. ഹാപ്പി ഒരു ഉമ്മയൊക്കെ കൊടുക്കണേ. ചൂന ഒരു ഉമ്മ നോക്കാൻ പറ്റി. ബ്രഷ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഉമ്മ കൊടുക്കാത്ത ജാനക്കുട്ടിക്ക്. ഞാൻ ഒന്ന് ഫ്രഷ് ആയി വന്നിട്ട് നിങ്ങളെ രണ്ടുപേരെയും കാര്യമായിട്ടത് കാണുന്നത്. വിച്ചു എനിക്ക് കൊറേ ഉമ്മയൊക്കെ തന്നിട്ട് ഇപ്പൊ ഒന്ന് വിഷ് ചെയ്ത്. അപ്പം ആള് ഞാൻ നോക്കിങ്ങനെ നോക്കുന്നു. എന്ത് സംഭവം? അപ്പം പല്ലേക്കാൻ പോവാ നമുക്ക് രണ്ടിനൂടെ. പോയിട്ട് ഇച്ചിരി മരുന്നൊക്കെ കുടിച്ചിട്ട് നമുക്ക് പല്ലൊക്കെ ചേച്ചി പാപ്പ ഞങ്ങളുടെ മരുന്ന് കുടിക്കണം. തട്ടാ പോണം. എനിക്കിടോ എനിക്കില്ലെങ്കിൽ ഞാൻ തെറ്റിപ്പിടിക്കും കേട്ടോ. ഇത് തട്ടിക്കുട്ടിയ പിറന്നാളോ അതോ മറ്റേ തട്ടിക്കുട്ടിയ ജ്യൂസോ എന്നൊക്കെ പറയണ പോലെ. തട്ടിക്കുട്ടിയ പിറന്നാളോ അതോ എന്തായാലും കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഭംഗിയോളം വേറെ പിറന്നാള് വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും ഭംഗിയായ സർപ്രൈസ്ഡ് ആയിപ്പോയി അല്ലേ, പറയാൻ വാക്കുകളില്ല. എന്തായാലും നമ്മളെല്ലാ പരിപാടിക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യും അല്ലേ. എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ കേക്ക് കട്ട് ചെയ്യും. പ്രതീക്ഷയുണ്ട്. ആ ഒരു ടൈമിങ് വന്നു കഴിഞ്ഞാൽ എന്തായാലും കട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് എല്ലാ പ്രാവശ്യം എന്തെങ്കിലും വെറൈറ്റികൾ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് ഞാനായിരുന്നപ്പോ എന്ന് വെച്ചാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് എനിക്കിപ്പോ ഈ ഗോൾഡിന്റെ ചെയിൻ എനിക്ക് കിട്ടിയത്. കേക്ക് കട്ടിങ് വള എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ അപ്പൊ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ കേക്ക് കട്ടിങ് എന്തായാലും ഉണ്ടാവും. അത് മൈൻഡിലുണ്ട്. അത് എന്തായാലും ഉണ്ടാവും. അമ്മയുള്ളിടത്തോളം കാലം ഇല്ലാണ്ടിരിക്കില്ല. അപ്പൊ ഞാനൊരു ഇത്തിരി വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചത്. കാലത്ത് തന്നെ ക്രീം കേക്കൊക്കെ പല്ലേക്കാണ്ട് കൂട്ട് വന്ന് ശരിയാവില്ലല്ലോ. അപ്പൊ ഞാൻ കുറേ റീൽസ് വീഡിയോയിൽ നോക്കുമ്പോൾ അവരൊക്കെ ഈ ചെറിയ ഇതിലൊക്കെ ഉണ്ടല്ലോ സ്കൂളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെറിയ ഇതിലൊക്കെ കൊണ്ടുവന്നിട്ട് അവര് വീഡിയോ ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ആ ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നത്. എന്തായാലും മീനിക്കുമ്പോൾ തന്നെ ആ ഒരു സർപ്രൈസ് ആയിട്ട് അത് കൊടുക്കണം എന്ന് വിചാരിച്ചു. 12 മണിക്ക് ഞാനത് വെച്ചിരുന്നത്. എല്ലാം ഞാൻ 12 മണിക്ക് അലറാമും വെച്ചിരുന്നു. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ ജാനിക്കുട്ടിയും ഇവളും കൂടെ അങ്ങാട് കിടക്ക് അങ്ങാട് ചാട് രാമൻകുട്ടി ഇങ്ങാട് രാമൻകുട്ടി എന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ സമയത്ത് കൊടുത്ത് ശരിയാവില്ല എന്ന് വിചാരിച്ചു.
ഞാൻ ആ സമയത്തൊക്കെ ഓടിപ്പാടി ഓരോ സാധനങ്ങളൊക്കെ എടുക്കാൻ പോകുമ്പോൾ അമ്മ എന്തായാലും എണീറ്റിരിക്കും. എന്തിട്ടാ എന്തൊരു സംഭവം എന്ന് ചോദിച്ചോണ്ടിരിക്കും. അപ്പൊ അതിനേലും ഭേദം ഞാൻ നന്നായിട്ട് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് കാലത്തന്നെ ഞാൻ ഇപ്പൊ തന്നെ ഒരു സ്ഥലം വരെ പോയേക്കായിരുന്നു. ഫ്രണ്ടിനൊക്കെ കൊണ്ടുവരാനായിട്ട് ഞാൻ ഒരു സ്ഥലം വരെ പോയേക്കായിരുന്നു. 4 മണിക്ക് ഞാൻ പോയേക്കായിരുന്നു. പോയിട്ട് വന്ന് അതാ പറഞ്ഞ് പോയിട്ട് വന്ന് 2ാമത് കിടക്കായിരുന്നു. അതെ അതെ. അപ്പൊ അവര് ബാംഗ്ലൂർ പോയിട്ട് വന്നേക്കായിരുന്നു. അപ്പൊ ഞാൻ അവരെയും കൊണ്ടുവരാനായിട്ട് ഇങ്ങോട്ട് ഇന്നലെ എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എന്റെ വന്ന് ഞാൻ അറിഞ്ഞില്ല. എനിക്ക് അത്രയ്ക്കും ഉറക്കം ശരിയായിട്ടില്ല നൈറ്റ്. പിന്നെ വയറുവേദനയുടെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും അങ്ങനെ. അതുകൊണ്ട് ഈ പ്രാവശ്യം നമുക്ക് അമ്പലത്തിൽ പോവാനോ കാര്യങ്ങളോ ഒന്നും പറ്റത്തില്ല. സാരമില്ല, നമുക്ക് പിറന്നാളൊക്കെ വരുന്ന ഡേറ്റ് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്പലത്തിലൊക്കെ പോവാം. അപ്പൊ ഓക്കെ, ഗുഡ് മോർണിംഗ്. യെസ്, എനിക്ക് പോയൊക്കെ ഒന്ന് ഫ്രഷ് ആവും.